ഓക്കെ, ഈ ക്ലാസ് അഡോബ് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. സോ നമുക്ക് വരാം. അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത് അഡോബിൻ്റെ ഫാമിലിയിലുള്ള ഒരു വെക്ടർ സോഫ്റ്റ്വെയർ ആണ്. വെക്ടർ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആ ഒരു ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റാസ്റ്റർ, എന്താണ് വെക്ടർ. സോ ഇപ്പം മനസ്സിലാക്കുക, വെക്ടർ ഡിസൈൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. ഓക്കെ, അതിലൂടെ നമുക്ക് വരാം. ഓക്കെ, ഞാനപ്പോൾ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ, ന്യൂ. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. റീസെൻ്റായിട്ട് എടുത്ത ഫയൽസിൻ്റെ പേപ്പർ സൈസുകളാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സേവ്ഡ് എന്നുള്ള ഓപ്ഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഓൾവേസ് ഫൈൻഡ് ഇറ്റ് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ സേവ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയൽ പേപ്പർ സൈസുകൾ ഇത് ഓൾറെഡി ഈ ഒരു അഡോബ് ഇല്ലസ്ട്രേറ്ററിലുള്ള പേപ്പർ സൈസുകളാണ്. നെക്സ്റ്റ് ഇനിയുള്ളത് മൊബൈൽ ഫോണിൻ്റെ ഒരു സ്ക്രീൻ സൈസ്, വെബിന് വേണ്ടിയുള്ള കുറേ സ്ക്രീൻ സൈസുകൾ, പ്രിൻറ്റ്, ഫിലിം ആൻഡ് വീഡിയോ, ആർട്ട് ആൻഡ് ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ സൈസ് ഉണ്ട്. ഞാൻ നോർമലി പോകാറുള്ളത് ക്ലാസ് എടുക്കാനായിട്ട് പ്രിൻറ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ പോയിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞാനൊരു പേജ് എടുത്തു, A4 സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ പ്രീസെറ്റ് പേപ്പർ സൈസുകളെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓരോ ചേഞ്ചസ് വരുന്ന കാണാൻ പറ്റും. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നമുക്ക് അൺടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ പ്രീസെറ്റ് ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രീസെറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈസ് മാറുന്ന കാണാം. ഓക്കെ, ഞാനിപ്പോൾ A4 എടുത്തു. A4 എടുക്കുമ്പോൾ ഇവിടെ പോയിൻറ്റ്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പിക്സൽ അല്ലെങ്കിൽ മില്ലിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചസ്. ഈ മൂന്നാലെണ്ണം എടുക്കാറ്. ഞാൻ നോർമലി എടുക്കുന്നത് സെൻറ്റിമീറ്ററാണ് അല്ലെങ്കിൽ പിക്സൽ എടുക്കാറ്. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ എടുക്കാറ്. സോ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്തു, വാല്യൂ ചേഞ്ച് ചെയ്തു. ഞാൻ ഇവിടെ വന്ന് ആദ്യം ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഒരു സൈസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ആദ്യം വന്നിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു പ്രീസെറ്റ് എടുക്കുക, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വന്ന് യൂണിറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ട വാല്യൂസ് ഇവിടെ കൊടുക്കുക നമുക്ക് ചെയ്യാനുള്ള പേപ്പറിൻ്റെ സൈസ്. ഇനി ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വളരെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്ക് നമ്മൾ തുറക്കുന്ന രീതി വെച്ച് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണ്. ഒരു ബുക്ക് എടുത്ത് നമ്മൾ വെർട്ടിക്കലി നമ്മളൊരു ടേബിളിൽ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റാണ് കൂടുതൽ, വിഡ്ത്ത് അല്ല കൂടുതൽ. സോ ഹൈറ്റ് കൂടുതലുള്ള വിഡ്ത്ത് കുറവുള്ളതിനെ നമ്മൾ പറയും അതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ആണെന്ന് പറയും. അങ്ങനത്തെ സൈസിലുള്ള പേപ്പർ സൈസുകൾക്ക് അതാണ് വളരെ ഈസി ആയിട്ട് പറയുന്നത്. നേരെ മറിച്ച് വിഡ്ത്ത് കൂടുതലാണ്, ഹൈറ്റ് കുറവാണ് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, TV-കൾ, ഇതെല്ലാം അതിൻ്റെ എല്ലാം ഓറിയൻറ്റേഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെങ്ത്ത് വിഡ്ത്തിൻ്റെ വാല്യൂസ് ആണ് കൂടുതൽ, ഹൈറ്റ് വാല്യൂസ് കുറവാണ്. വിഡ്ത്ത് വാല്യൂ കൂടുതലാണ്, ഹൈറ്റ് വാല്യൂ കുറവാണ്. അതിൻ്റെ എല്ലാം ഓറിയൻറ്റേഷൻ നമുക്ക് പറയാം ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിലാണ് അതെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നേരെ വന്ന് കളർ മോഡ് എന്ന് പറഞ്ഞാൽ CMYK കളർ മോഡുണ്ട്, RGB കളർ മോഡുണ്ട്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ CMYK എന്നുള്ളൊരു കളർ മോഡ് സെലക്ട് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ പേപ്പർ. പിന്നുള്ളത് RGB എന്ന് പറഞ്ഞാൽ വെബിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഡിസൈൻസ് ആണെങ്കിൽ RGB കളർ ക്ലിക്ക് ചെയ്തിട്ടേ പോകാവൂ. ഞാനിപ്പോൾ ഒരു CMYK കളർ കൊടുക്കുന്നു. എന്നിട്ട് മോർ സെറ്റിങ്സിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അതിൻ്റെ പേര് ഇപ്പോൾ തന്നെ കൊടുക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന പേപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഫയലിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. പിന്നെ സൈസ് A4 കിടപ്പുണ്ട്. അതിൻ്റെ സെൻറ്റിമീറ്റർ വാല്യൂസിൽ പറയുമ്പോൾ വിഡ്ത്ത് 21 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 29.7 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഓറിയൻറ്റേഷൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് ഓൾറെഡി ഇവിടെ കിടക്കുന്നത് ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ആണ്. ഞാൻ ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റുന്നു തൽക്കാലത്തേക്ക്. ജസ്റ്റ് ചേഞ്ച് കാണിക്കാൻ വേണ്ടി മാത്രം ആണ്. കളർ മോഡ് CMYK ആണെന്ന് മനസ്സിലായി. റാസ്റ്റർ ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ഹൈ 300 PPI എന്ന് പറഞ്ഞാൽ പിക്സൽസ് പെർ ഇഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കുന്ന റെസൊല്യൂഷൻ എത്ര ആണെന്ന് കാണിക്കാനായിട്ട് ഹൈ 300 PPI. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്. ഇത്ര കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഡോക്യുമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പേജ്. ഇത് നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. Ctrl+ ചെയ്താൽ സൂമിനാവും, Ctrl- ചെയ്താൽ സൂം ഔട്ട് ആവും. ഞാനിവിടെ F പ്രസ് ചെയ്താൽ എനിക്ക് ഫുള്ളി പ്രിവ്യൂ സ്ക്രീനായിട്ട് കാണിക്കും. മെനു എല്ലാം പോയി കാണിക്കും. ഒരു വീണ്ടും പ്രസ് ചെയ്താൽ തിരിച്ചു വരും. F മാക്സിമൈസ് ചെയ്യാനായിട്ട് ഇതാ
സൂം ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഫുള്ളി വൈറ്റ് സ്പേസ് ആണ്, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കൺട്രോൾ മൈനസ് ചെയ്യുക, പ്രസ് ചെയ്യുവാണ്. കൺട്രോൾ മൈനസ് പ്രസ് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ വന്നത്. ഇനിയും കൺട്രോൾ 0 പ്രസ് ചെയ്താൽ എനിക്ക് ഫിറ്റ് ദ സ്ക്രീൻ വന്ന് നിൽക്കും. എന്ന് വെച്ചാൽ ഫുള്ളി ഫിറ്റായിട്ട് വന്ന് നിൽക്കും ഈ ഒരു വൈറ്റ് സ്ക്രീൻ. വൈറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ആക്ച്വലി ആർട്ട് ബോർഡാണ്. ഈ കാണുന്നതിന് ആർട്ട് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിനി അതിനെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെയാണ്. നമുക്ക് ടൂൾസ്, ഈ സൈഡിൽ കാണുന്നതാണ് ടൂൾസ്. അവിടെ വന്നിട്ട് ഞാൻ ആർട്ട് ബോർഡ് ടൂളിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ സൈസ് എനിക്ക് ചേഞ്ച് ചെയ്യാം. പേപ്പർ സൈസ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ വേണമെങ്കിൽ. ഓക്കെ, ചെയ്തു. ഇനി ഞാൻ ഈ ആർട്ട് ബോർഡിന് കൂടെ വേറൊരു ആർട്ട് ബോർഡ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ എനിക്കൊരു കോപ്പി കിട്ടി ആർട്ട് ബോർഡിൻ്റെ. അപ്പോൾ ആ ആർട്ട് ബോർഡ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ആർട്ട് ബോർഡ് ആക്കാം. ഇതിൻ്റെ തന്നെ അടുത്ത ഈ ഫസ്റ്റ് ആർട്ട് ബോർഡിനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്താൽ എനിക്ക് ഡ്രാഗ് ചെയ്താൽ എനിക്ക് വേറൊരു കോപ്പി കിട്ടും. ആ കോപ്പി എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കാം. ഓക്കെ, എനിക്കതിലെല്ലാം എന്തെങ്കിലും ഷേപ്സ് വരയ്ക്കാം. ഷേപ്സ് വരയ്ക്കാനായിട്ട് പോകുമ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തു. റെക്റ്റാങ്കിൾ ഷേപ്പ് എനിക്ക് പുതിയ ഇവിടുന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിരിക്കുകയാണ്. ദെൻ ഗോ ടു കളർ ആഡ് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഒരു ഓരോരോ ചെറിയ സർക്കിൾസ് കാണാം. അതിൻ്റെ ഓരോ കോർണേഴ്സിലും സർക്കിൾസിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പോയിന്റിൻ്റെ കൂടെ ഒരു ആർക്ക് വരുന്നത് കാണാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്സ് അങ്ങനെ മാറി കിട്ടും. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡീസെലക്ട് ചെയ്യുന്നത് വി ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ഷൻ ടൂൾ ആണ് വി. എന്നിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. മൗസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ റൊട്ടേഷനൊക്കെ നടക്കും. ഓക്കെ, ഇനി പെട്ടെന്ന് പറഞ്ഞാൽ എറേസർ ഉണ്ട്. എറേസറിൻ്റെ സൈസ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ലെഫ്റ്റും റൈറ്റും വെച്ച് സൈസ് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. സൈസ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ബ്രഷ് സൈസ് വലുതാവും. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷേപ്പിലൂടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് എറേസർ വെച്ച് ചെയ്താൽ ഇതുപോലെ കട്ടായി പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ചില ലോഗോ ഡിസൈൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഇങ്ങനെ ഓരോ 4 ഷേപ്സും വരച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിനകത്ത് എറേസ് ചെയ്ത് കളഞ്ഞാൽ ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല കളർ, ഓരോ ഷേപ്പിനും ഓരോ കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ മൂവ് ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് മാറ്റുമ്പോൾ ഉള്ള പ്രശ്നം വരാതെ ഒരെണ്ണം മാത്രമായിട്ട് മാറി വരാതിരിക്കാനായിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ചെയ്താൽ പിന്നെ അത് ഒരു ഷേപ്പായിട്ട് നിൽക്കും. ആൻഡ് വി ക്യാൻ മേക്ക് കോപ്പീസ് ഓഫ് ദീസ് തിങ്. കോപ്പി എത്ര കോപ്പീസ് പറ്റും. ഞാനിപ്പം ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ചെയ്താണ്. അല്ലാതെ കൺട്രോൾ ഡി പ്രസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഡി പ്രസ് എങ്ങനെ പോകും. ഇനി ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് താഴോട്ട് ഇതിനെ നീക്കി വെച്ചാൽ അത് കൺട്രോൾ ഡി ഇനി പ്രസ് ചെയ്താൽ ആ സൈഡിലോട്ടായിരിക്കും, ആ ഡയറക്ഷനിലോട്ടായിരിക്കും കോപ്പീസ് വരുന്നത് കേട്ടോ. ഇനി വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു, ഡ്രാഗ് ചെയ്തു. ഇനിയും കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് ഇനിയുള്ള കോപ്പീസ് പോകുന്നത് ഇങ്ങോട്ടാണ്, ആ ഡയറക്ഷനിലോട്ടാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇനി കൺട്രോൾ സി ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ബോക്സ് വെച്ചുള്ള ഷേപ്പ് ഇവിടുന്ന് കിട്ടി. ഈ ബോക്സിൻ്റെ ഇങ്ങനത്തെ ഓരോ ടൂൾസിൻ്റെയും കൂടെ റൈറ്റ് സൈഡ് ഡൗൺ കോർണറിൽ ഒരു വൈറ്റ് ആരോ കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ ആ വൈറ്റ് ആരോടുള്ള ടൂൾസ് എവിടെയൊക്കെ കാണുന്നുണ്ടോ അതിനുള്ളിൽ വേറെയും ടൂൾസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്, ആ ഇൻഡിക്കേഷനാണ് ആ കാണുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ അകത്തോട്ടുള്ള കുറേ ഷേപ്സ് ഉള്ളതിനെ നമുക്ക് എടുത്ത് വെളിയിലോട്ട് വെക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ടേബിളിനകത്ത് കുറേ ടൂൾസ് അല്ലെങ്കിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് കിടപ്പുണ്ട്. എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ഓരോന്നോരോന്നിട്ട് എടുക്കുന്നു, ഡ്രോയർ അടച്ചിട്ട് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് എടുത്ത ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ആ ടൂൾ എടുത്ത ഡ്രോ തുറന്ന് ഉള്ളിൽ വെച്ചിട്ട് അടുത്ത ടൂൾ എടുത്തിട്ട് പിന്നെയും ഡ്രോ അടയ്ക്കുന്നു എന്നുള്ള പ്രശ്നത്തിന് പകരം ഞാൻ ആ ടേബിളിൻ്റെ ഡ്രോയർ ടോട്ടലി എടുത്ത് ഊരിയെടുത്ത് ടേബിളിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഓരോന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി പോലെ വി ക്യാൻ ഡു ദ സെയിം ഹിയർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ആരോ മാർക്ക് ഉള്ളതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് കാണാനായിട്ട് ചെയ്യുന്നത് ക്ലിക്ക് ആൻഡ് ഹോൾഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ടോട്ടലി വരും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ബാർ കാണാം. ആ ബാറിൽ ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ക്ലിക്ക് ചെയ്ത് വിട്ടോളൂ. അപ്പം ആ ഒരു ബോക്സ് ആയിട്ട് വരും. ആ ബോക്സിനെ നമുക്കത് നീക്കി വെക്കാം, ലൈക്ക് എ ഡ്രോയർ ഓഫ് ദ ടേബിൾ. ഓക്കെ, നൗ വി ക്യാൻ സീ what all tools we have here. ഓക്കെ, ഡയറക്റ്റ്ലി നമുക്കത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ബേസിക്കലി ഉള്ള ചേഞ്ചസ് വരുത്താം. ഓവൽ ഷേപ്പ് എടുക്കാം, കളർ കൊടുക്കാം, സ്റ്റാർ എടുക്കാം, പിന്നെ പോളിഗൺസ് യൂസ് ചെയ്യാം, പിന്നെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇങ്ങനെ ലെൻസ് ഫ്ലെയർ യൂസ് ചെയ്യാം. അങ്ങനെ ഓരോന്നും. ഇനി സ്റ്റാറിൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ചിട്ട് നമുക്ക് 5 ലെഗ്സ് അല്ല വേണ്ടത്, നമുക്ക് അതിൽ കൂടുതലൊരു 20 ലെഗ്സോ 30 ലെഗ്സോ ഒക്കെ വേണം. ഡബിൾ ക്ലിക്ക് ഓൺ ദ സ്റ്റാർ ഷേപ്പ്.
അങ്ങനെ വരേണ്ടതാണ്, എന്തോ വരുന്നില്ല, നോക്കാം. വൈ ബിക്കോസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് വേറെ ആയതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങനെ ഓരോരോ ഷേപ്സ് വരയ്ക്കാൻ പറ്റും. പ്ലസ് ഇനിയുള്ള പെൻ ടൂളാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് പറയാം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഞാനിപ്പോൾ ഒരു ഷേപ്പ് സെലക്ട് അതിൻ്റെ ഒരു ഏരിയ മാത്രമായിട്ട് കണ്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻഡ് മാത്രമാണ് ബ്ലൂ സർക്കിൾ ആയത്, ബാക്കിയെല്ലാം ബ്ലൂ സ്ക്വയർ ആയത്, ബാക്കിയെല്ലാം വൈറ്റ് സ്ക്വയർ ആയി മാറി. എന്ന് വെച്ചാൽ ബാക്കിയൊന്നും സെലക്റ്റഡ് അല്ല. ഞാൻ അതിനെ ഒന്ന് കീബോർഡിൽ ആരോ കീ വെച്ചിട്ട് മൂവ് ചെയ്താൽ ഉണ്ടോ ആ ഡയറക്ഷൻ മാത്രം പോകുന്നുണ്ടോ. നെക്സ്റ്റ് ഇത്രയും തന്നെ സെലക്ട് ചെയ്തു, അത്രയും മാത്രമായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അതേ പരിപാടി ഇത് വെച്ച് ചെയ്യാം, ലാസോ ടൂൾ വെച്ചിട്ട്. ലാസോ ടൂൾ വെച്ച് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഇത്രയും മാത്രം എനിക്ക് മൂവ് ചെയ്യണം, ആ 2 നോഡുകൾ മാത്രം എനിക്ക് മൂവ് ചെയ്യണം. യെസ്, വി ക്യാൻ. ഓക്കെ, ഇനിയും ഇതിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് സെലക്ഷൻ ടൂളിൻ്റെ വി പ്രസ് ചെയ്തു, വെളിയിൽ നിന്ന് ക്ലിക്ക് ചെയ്തു, പിന്നെ വീണ്ടും ആ ഷേപ്പിനെ സെലക്ട് ചെയ്തു. നൗ ഇറ്റ്സ് ഫ്രഷ് ഔട്ട് ഫ്രം ദ എഡിറ്റിംഗ് മോഡ്. നെക്സ്റ്റ് ഈ മാജിക് ബാൻഡ് ടൂൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലെ കൂട്ട് മാജിക് ബാൻഡ് എന്ന് പറയുന്ന സെലക്ഷൻ ടൂളാണ്. പക്ഷേ വി ഹാവ് സം ഡിഫറൻസ് ഇൻ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാജിക് ബാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബ്ലൂ ഷേപ്പിനെ ക്ലിക്ക് ചെയ്താൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് എവിടെയൊക്കെയുണ്ടോ ആ ഷെയ്ഡ്സ് ഉള്ള എല്ലാ ഷേപ്പും സെലക്ട് ആവും. എന്നിട്ട് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെന്തോ മാജിക് ബാൻഡ് ടൂൾ എടുത്തു, ഒരു ബ്ലൂ ഷേപ്പ് സെലക്ട് ചെയ്തു, അപ്പം ബാക്കിയുള്ള ഈ ഷേപ്പ് സെലക്ട് ചെയ്യും. വൈ ബിക്കോസ് വി ഹാവ് ബ്ലൂ കളേഴ്സ് ഇൻ ഓൾ ദീസ് 3 ഓൾസോ. എന്നിട്ട് സെലക്ഷനിൽ എടുത്തു, എന്നിട്ട് ഞാൻ ഇതിനെ മാത്രം മൂവ് ചെയ്താൽ കണ്ടോ ഒരുമിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇഫ് യു ഗോ ഫോർ ദ ഗ്രീനെ ക്ലിക്ക് ചെയ്താൽ ഈ ഗ്രീനും സെലക്ട് ആവണം. സോ വിൽ ട്രൈ. യെസ്, സക്സസ്. കണ്ടോ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് കണ്ടോ. വൈ ബിക്കോസ് ദീസ് ബോത്ത് ആർ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. സോ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് എവിടെയൊക്കെ ഉണ്ടോ അത് എല്ലാം ഒരുമിച്ച് സെലക്ട് ആവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മാജിക് ബാൻഡ് ടൂൾ. ഓക്കെ, ഇതും പറഞ്ഞു നമ്മളപ്പോൾ ഇത് കവർ ചെയ്തു. ഇനി എന്താണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ? ഞാൻ ഓൾറെഡി ഒരു ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ച് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിചാരിക്കാം. എന്നിട്ട് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ അത്രയും നോട്ട്സ് ഒരുമിച്ച് സെലക്ട് ആവും. അത്രയേ ഉള്ളൂ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ. സോ വി കവേർഡ് സെലക്ഷൻ ടൂള്, ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ആൻഡ് ഡയറക്റ്റ് സെലക്ഷൻ ടൂള്, മാജിക് ബാൻഡ് ടൂള്, ലാസോ ടൂള്. നെക്സ്റ്റ് ഈസ് പെൻ ടൂൾ. പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്യുക, അടുത്ത പോയിന്റിൽ പോയിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടാൻജൻറ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്സൈഡ് ഡൗൺ ഒരു വി വരും പെൻ ടൂളിൻ്റെ കൂടെ. അന്നേരം ഒന്ന് ക്ലിക്ക് ചെയ്യുക, അന്നേരം കറക്റ്റ് ആവും. വന്നു, ഷേപ്പ് ചെയ്തു. നൗ ഗിവിങ് വാട്ട് കളർ യു വാണ്ട് ഇൻ യുവർ മൈൻഡ്. അങ്ങനെ ഷേപ്പ് ചെയ്തു. ഓക്കെ, അതാണ് പെൻ ടൂൾ. പെൻ ടൂൾ കൊണ്ട് നമുക്ക് കസ്റ്റം ഷേപ്സ് വരച്ചെടുക്കാൻ പറ്റും. ആൻഡ് ആഡ് ആങ്കർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഒരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്യണം എങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതാ ഉള്ളിലോട്ട് എന്തെങ്കിലും ഷേപ്പ് ഡിഫറൻസ് വരുത്തണമെങ്കിലോ ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് എ പർട്ടിക്കുലർ ആങ്കർ പോയിന്റ്, എന്തെങ്കിലും ഒരു ആങ്കർ പോയിന്റ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ക്ലിക്ക് ഓൺ ദിസ് ഏരിയ വേറെവർ യു വാണ്ട്. ഇവിടെ എനിക്ക് ആങ്കർ പോയിന്റ് വേണ്ട, മൈനസ് ടൂൾ എടുക്കുക. ഡിലീറ്റ് ആങ്കർ പോയിന്റിൻ്റെ ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ അത് കട്ടായി. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ അത് കട്ടായി. ഷേപ്പ് പോയി വരുന്നുണ്ടോ. നെക്സ്റ്റ് ആങ്കർ പോയിന്റ് ടൂള് ഉണ്ടോ. നേരത്തെ ഉള്ളത് പെൻ ടൂള്, ആഡ് ആങ്കർ പോയിന്റ്, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂള്, ആൻഡ് നൗ വി ഹാവ് ആങ്കർ പോയിന്റ് ടൂൾ. ആങ്കർ പോയിന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു പോയിന്റിനെ അതുപോലെ എക്സ്പാൻഡും എലാബറേറ്റും ചെയ്യുക ഷേപ്പ് ഡിസൈനിനെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ടൂൾ. ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വി ഹാവ് ഇറ്റ് ഹിയർ. പഴയത് ക്ലോസ് ചെയ്യുന്നു. ടൈപ്പ് ടൂള്. ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ആൻഡ് ടൈപ്പ്. ഓൾറെഡി ലോറം എപ്സം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
നമുക്കത് വെച്ച് തന്നെ മുന്നോട്ട് പോകാം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫോണ്ട് കിട്ടും, ഫോൺ സാമ്പിൾസും കിട്ടും, ഫോൺ സൈസ് കിട്ടും. എന്നിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ഷൻ ടൂൾ ഹോൾഡ് ചെയ്താൽ ഉണ്ടോ, എങ്ങോട്ട് വേണേൽ ചെറുതാക്കാം വലുതാക്കാം. and put the color what you want on it. ഓക്കെ, ഇത് പേര് പോലെ തന്നെ എന്താണ് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോർമലായിട്ട് നമ്മൾ എഴുതുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതുന്നത്, അതിൻ്റെ ഒരു ടൈപ്പ് ടൂളാണിത്. നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് ഇത് ഫോർത്ത് വണ്ണാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വി ക്യാൻ കമ്പയർ ദിസ് വൺ ടു ദിസ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഹൊറിസോണ്ടലാണ് ആൻഡ് നൗ വി ഹാവ് ദിസ് വൺ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. സെയിം എന്ന് വെച്ചാൽ ഒരു പെയർ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഇതെടുക്കാൻ പോകുന്നത് ഏരിയ ടൈപ്പ് ടൂൾ. ഇതെന്തായിരുന്നു ടൈപ്പ് ടൂള്, ഇത് വെർട്ടിക്കൽ ടൈപ്പ് ടൂള്. ഇപ്പോൾ നമ്മൾ രണ്ടും ചെയ്തു, ടൈപ്പ് ടൂള് വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ. നൗ ഏരിയ ടൈപ്പ് ടൂൾ. ഏരിയ ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ദ ടെക്സ്റ്റ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. നമ്മൾ കണ്ടെയ്നർ വരച്ചു കൊടുത്ത് ഒരു റെക്റ്റാങ്കുലർ സൈസ് ആയിരുന്നു, സോ അങ്ങനെ വന്നു. ഞാനതിനൊരു കാര്യം ചെയ്യുന്നു, കൺട്രോൾ C പ്രസ് ചെയ്യുന്നു, വെളിയിൽ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ V. സോ ആ കണ്ടെയ്നറിനുള്ളിൽ അത് നിൽക്കുന്നുണ്ടോ. ഓക്കെ, നൗ ഏരിയ ടൈപ്പ് ടൂൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ഏരിയ ടൈപ്പ് ടൂളിൻ്റെ വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂൾ. സോ വേറൊരു കണ്ടെയ്നർ എടുക്കാം, അപ്പോൾ അതോടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂൾ എടുത്തു, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആൽഫബറ്റ്സും തൂക്കിയിട്ട് ഒന്നിൻ്റെ താഴെ തൂക്കിയിട്ടതുപോലെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദാറ്റ് ഏരിയ ടൈപ്പ് ടൂൾ, ഹൊറിസോണ്ടൽ ഏരിയ ടൈപ്പ് ടൂൾ, വെർട്ടിക്കൽ. ഓക്കെ, നൗ റെസ്റ്റ് ഈസ് ഇത് ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ. ടൈപ്പ് ഓൺ എ പാത്ത് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാത്ത് ഓൾറെഡി ഉണ്ടായിരിക്കണം. പെൻ ടൂൾ വെച്ചിട്ട് ഞാനൊരു പാത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, ഡൺ. ഇതിൻ്റെ മേളിലോട്ട് ഞാനിതെടുത്തു, ഒരു ക്ലിക്ക് കണ്ടോ വന്നു. അങ്ങനെയാണ്. കണ്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ടൈപ്പ് ഓൺ എ പാത്ത്. ഇനി ടൈപ്പ് ഓൺ എ പാത്ത് തന്നെ വേറെ ഒരു രീതിയിൽ പോകാം. ടൈപ്പ് ഓൺ എ പാത്തിൻ്റെ വെർട്ടിക്കൽ ടൈപ്പ് ഓൺ എ പാത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സീ ദ ഡിഫറൻസ്, ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, നൗ ഞാൻ പഴയതിലോട്ട് പോവാണ്. ലാസ്റ്റ് വൺ കാണിക്കാനാണ് ഇതിലെ ടെക്സ്റ്റിൻ്റെ ടച്ച് ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട് ക്ലിക്ക് ഓൺ എ ക്യാരക്ടർ. ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിൻ്റെ സൈസ് കൂട്ടാം. വേറെ ഒന്നിൻ്റെ സൈസ് കൂടുന്നില്ല, ഇതിൻ്റെ മാത്രം സൈസ് കൂടുന്നു. ഇതിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഇഫക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് വൺ ടച്ച് ടൈപ്പ് ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നൗ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഷേപ്പ് എടുക്കുമ്പോൾ ആ ഷേപ്പിന് ഇല്ലസ്ട്രേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഷേപ്പിന് ഒരു ഫില്ല് കാണും, ഒരു സ്ട്രോക്ക് കാണും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫില്ലും സ്ട്രോക്കും താഴെ, ടൂൾസിൽ ഏറ്റവും താഴെ ഫില്ല്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു കളർ കൊടുക്കുകയാണ്, ഗ്രീൻ കൊടുത്താൽ ഗ്രീൻ വന്നു. ഇനി സ്ട്രോക്ക് ഇവിടെ ഒന്നുമില്ല, സ്ട്രോക്കിനെ ഉണ്ടോ പേര് കാണാം, ഫില്ലെന്ന പേര് കാണാം, പോപ്പപ്പ് മെനു ആണ് വരുന്നതുണ്ടോ, പോപ്പപ്പ് ഇത് സ്ട്രോക്ക് വന്നു. സ്ട്രോക്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, സ്ട്രോക്ക് മേളിൽ വന്നു ഉണ്ടോ. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും കളർ, സ്ട്രോക്കിൻ്റെ കളർ മാറ്റണമെങ്കിൽ സ്ട്രോക്കിനെ മേളിലാക്കണം. ഫില്ലിൻ്റെ കളർ വേണമെങ്കിൽ ഫില്ലിനെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് മേളിൽ വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. സ്ട്രോക്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ സ്ട്രോക്കിൻ്റെ കളർ എനിക്ക് വേണ്ടത് റെഡാണ്. സോ റെഡ് ഞാൻ ചൂസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ബട്ട് വി കാൺ സീ ഇറ്റ് പ്രോപ്പർലി. ഡീസെലക്ട് ചെയ്താൽ മാത്രമേ ആ റെഡ് കളർ കാണുന്നുള്ളൂ. ഇനി കുറച്ചുകൂടെ അതിൻ്റെ തിക്നെസ് കൂട്ടണമെന്ന് വിചാരിക്കുക ആ സ്ട്രോക്കിൻ്റെ. സോ വിൽ ബി ഗോയിങ് ടു ദ സബ് മെനു അണ്ടർനീത്ത് ദ മെയിൻ മെനു ഹിയർ. കണ്ടോ ഇവിടെ
ഈ മെയിൻ മെനുവിൻ്റെ താഴെയുള്ള സബ് മെനുവിൽ പോകുന്നു. അവിടെ പോയിട്ട് സ്ട്രോക്ക് എനിക്ക് കാണാൻ പറ്റും. ഈ ഷേപ്പിനെ സെലക്ട് ചെയ്താൽ മാത്രമേ ആക്റ്റീവ് ആകത്തുള്ളൂ. അല്ലാതെ ഞാനിവിടെ സ്ട്രോക്ക് എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, വരത്തില്ല. സെലക്ട് ചെയ്യണം ഏത് ഷേപ്പ് വേണം, എങ്കിൽ മാത്രമേ ആ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവത്തുള്ളൂ ഏത് ഷേപ്പിനാണ് സ്ട്രോക്ക് കൊടുക്കേണ്ടതെന്ന്. സോ സ്ട്രോക്ക്, ഞാനതിൻ്റെ സ്ട്രോക്ക് 13, 14, 15 കൊടുത്തു. കണ്ടോ, 15 കൊടുത്തപ്പോൾ കണ്ടോ. ഇനി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സ്ട്രോക്ക് ഫില്ല് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. എനിക്കിപ്പോൾ ഇതിൻ്റെ സ്ട്രോക്കും ഫില്ലും വേറെ വേറെ ആയിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കോപ്പി ആദ്യം എടുക്കുന്നു. ഓൾട്ട് ഹോൾഡ് ചെയ്താൽ എനിക്കൊരു കോപ്പി കിട്ടും. ഡ്രാഗ് ചെയ്തു, അങ്ങോട്ട് നീക്കി വെച്ചു, ഓൾട്ടിൽ നിന്ന് റിലീസ് ചെയ്തു. സോ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഫില്ല് വേണ്ട. സോ വാട്ട് ഐ ഡു, ഗോ ടു ദ ടൂൾസ്, ഗോ ഡൗൺ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സ്ട്രോക്കിനെ ഫില്ലിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വൈറ്റ് ബോക്സ് വിത്ത് റെഡ് ഡയഗണൽ ലൈൻ കാണാം. ഡയഗണലായിട്ടുള്ളൊരു റെഡ് ലൈൻ വരച്ച ഒരു വൈറ്റ് ബോക്സ് കാണാം. ഫില്ലിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ഓഫായി പോകും. ദാറ്റ് മീൻസ് കണ്ടോ, ഇവിടെ നമുക്ക് ഫില്ലില്ല, ഫില്ല് ഓഫായി പോയി. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് സ്ട്രോക്ക് വേണ്ട. സോ ഷേപ്പിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് സ്ട്രോക്കിനെ ആക്ടിവേറ്റ് ചെയ്ത് മേളിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈ ബട്ടൺ, നൺ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, സ്ട്രോക്ക് പോയി. സോ ഇതാണ് ഫില്ല്, ഇതാണ് സ്ട്രോക്ക്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതാണ് ഏകദേശം ഒരു പരിധി വരെ പറഞ്ഞാൽ ബേസിക്സ് ഓഫ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി എനിക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് വേറൊരു ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡിഫറൻസിന് വേണ്ടി മാത്രമാണ് ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ കളർ മാറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ഈ ഷേപ്പിനെ സെലക്ട് ചെയ്തു, ഇവിടെ ഒരു കളർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെയും ഈ ഷേപ്പിനെയും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഷേപ്പിനെയും ക്ലിക്ക് ചെയ്തു. എങ്കിൽ ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഇങ്ങനെ ചെയ്യാം, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് സെലക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഷേപ്പിനെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സെക്കൻഡ് ഷേപ്പിനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ റൈറ്റ് ക്ലിക്ക് ഗ്രൂപ്പ് ചെയ്യുക. റൈറ്റ് ക്ലിക്കിലും ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഒബ്ജക്റ്റിലും ഗ്രൂപ്പ് ഉണ്ട്. റൈറ്റ് ക്ലിക്കിൽ ചില സമയത്ത് ഗ്രൂപ്പ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് Ctrl+G. ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത യൂസ് ചെയ്യേണ്ടത് ഇഫക്റ്റിൽ പാത്ത് ഫൈൻഡർ. നമുക്കിവിടെ ഒരു ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. 13, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ടൈപ്സ് ഓഫ് പാത്ത് ഫൈൻഡർ ഓപ്ഷൻസ് ഉണ്ട്. പാത്ത് ഫൈൻഡർ ഇഫക്ട്സ് ഉണ്ട്. ഞാനപ്പോൾ അത് 2-3 നമുക്കത് നോക്കാം. ആദ്യം ഇതിൻ്റെ എല്ലാം കോപ്പീസ് ഒരു 3-4 കോപ്പീസ് എടുക്കുന്നു. എന്നിട്ട് ഞാനതിനെ കാണിച്ചു തരാം. ചേഞ്ച് ഇൻ ഡിഫറൻസ് വരുന്നത് കാണാം. ഇഫക്റ്റ് പാത്ത് ഫൈൻഡർ എടുത്തു. ആഡ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഫസ്റ്റ് വണ്ണിന് കൊടുക്കുവാണ്. ആഡ് ചേഞ്ച് ആയത് കണ്ടോ. എനിക്കിവിടെ കാണുന്ന ഈ റിസൾട്ട് ഇതുപോലെ തന്നെ വേണം. പക്ഷേ ഞാൻ മൗസ് പോയിന്റർ അങ്ങോട്ട് മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് കാണുന്നത് ഇങ്ങനെയാണ്. ഈ ലൈൻസ് പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ ഷേപ്പ് ഒരുമിച്ചായി കിട്ടുകയും ചെയ്തു. പക്ഷേ ആ ഷേപ്സ് അകത്ത് നമ്മൾ മൗസ് പോയിന്റർ അകത്തോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ ആ ലൈൻസ് കാണാതിരിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോവുക, എക്സ്പാൻഡ് അപ്പിയറൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പാൻഡ് അപ്പിയറൻസ് ക്ലിക്ക് ചെയ്താൽ ഈ ലൈൻസ് കംപ്ലീറ്റ്ലി ക്ലീൻ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, മൗസ് അതോട് കൊണ്ടുപോയിട്ടും കുഴപ്പമില്ല. ആൻഡ് ഇഫ് യു വാണ്ട് ടു ചെക്ക് വെദർ ഇറ്റ് ഹാസ് ദ ലൈൻസ് സ്റ്റിൽ ദെയർ, വ്യൂവിൽ പോവുക, ഔട്ട്ലൈനിൽ ഇപ്പോഴും ആ ലൈൻസ് അവിടെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ ഉള്ള ലൈൻസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. പക്ഷേ കണ്ടോ, ഇത് ക്ലീൻ ആണ്, ഇവിടെ ലൈൻസിൽ അത് കട്ടായി പോയി എന്നർത്ഥം. സോ വ്യൂവിൽ പോവുക, വീണ്ടും GP പ്രിവ്യൂവിൽ വരിക. ഓക്കെ, നൗ ക്ലിക്ക് ഓൺ ദി അതർ വൺ. നെക്സ്റ്റ് വൺ ഇഫക്റ്റ് പാത്ത് ഫൈൻഡർ ഇൻ്റർസെക്റ്റ് എന്ന് പറയുമ്പം 2 ഷേപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ അതിനിടയ്ക്കുള്ള ആ ഒരു ക്രോസിംഗ് ഷേപ്പ് മാത്രമായിട്ട് കിട്ടും. ഇപ്പോഴും ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ആ ഷേപ്പ് ബാക്കി നിൽക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ അതും ഇതുപോലെയാണ്. ഒബ്ജക്റ്റിൽ പോവുക, എക്സ്പാൻഡ് അപ്പിയറൻസ് കൊടുത്താൽ ക്ലീൻ ഷേപ്പായിട്ട് മാറി കിട്ടും. ഇത്രയേ ഉള്ളൂ. കണ്ടോ. നെക്സ്റ്റ് ഇഫക്റ്റിൽ വരുന്നു. ഞാൻ അടുത്ത ഒരു പാത്ത് ഫൈൻഡർ ഇഫക്റ്റ് കൊടുക്കുന്നു. എക്സ്ക്ലൂഡ് കൊടുത്താൽ ഉള്ളിലുള്ളത് പോവും, സൈഡിലുള്ളത് അവിടെ കാണും. ബട്ട് സ്റ്റിൽ ഈ ആ പോയിന്റ് നമുക്ക് വേണ്ട, ക്ലീൻ ആക്കണം. എക്സ്പാൻഡ് അപ്പിയറൻസ് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് ഇഫക്റ്റ് പാത്ത് ഫൈൻഡർ സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടോ, അടിയിലെത്തതിൻ്റെ മേളിൽ വരണം ഇരിപ്പുണ്ടെങ്കിൽ ആ മേളിലിരിക്കുന്ന അത്രയും സ്പേസും പോവും, ആ ഷേപ്പും പോവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് subtract. And again, as in the previous shape, we are going to expand appearance. Okay, so ഇങ്ങനെയാണ് പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഷേപ്പ്
പിന്നെ നമുക്ക് ഉള്ള വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബ്രഷുണ്ട്. ബ്രഷ് വെച്ച് നമുക്ക് എന്തെങ്കിലും വരയ്ക്കാം. ലൈക്ക് വി ഹാവ് ഹിയർ എ ഷേപ്പ്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ആ ഷേപ്സൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇഫ് യു ഡോണ്ട് വാണ്ട് സംതിങ്, സം ഏരിയ എറേസ് ചെയ്യാം. കണ്ടോ, ഇതാണ് ബേസിക്കലി ഒരു ഇല്ലസ്ട്രേറ്ററിൻ്റെ കുറച്ച് ഫങ്ഷൻസ്. ഞാനിനിയിപ്പം ഒരു റൊട്ടേഷൻ ഫംഗ്ഷനോട് പറഞ്ഞുതരാം. റൊട്ടേഷൻ ഫംഗ്ഷൻ ഞാനിപ്പോൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് ഷേപ്പിനെയാണ്. ദെൻ ഒരു സർക്കിൾ എടുക്കുക. ഒരു ഫാൻ പോലെ വല്ലതും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതിന് ചുറ്റും വരുന്ന പോലെ. അപ്പോൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് ഈ ഒരു സർക്കിളിന് ചുറ്റും ഈ ഒരു ഷേപ്പ് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് കോപ്പീസ് വരുത്തണം. സോ അതിനുവേണ്ടി ഞാൻ റൊട്ടേഷൻ ടൂൾ എടുക്കുന്നു. റൊട്ടേഷൻ ടൂൾ ആക്ച്വലി പറഞ്ഞാൽ ഇതാണ്. ഞാൻ റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് റൊട്ടേറ്റ് ആവുന്നത് ഇങ്ങനെയാണ്. പിവറ്റ് പോയിന്റ് ഞാൻ ഇവിടെ വെക്കുക. ഈ പോയിന്റിനെ എടുത്ത് എനിക്ക് നീക്കി ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഇവിടെ വന്നു, പിവറ്റ് പോയിന്റ്. സോ നൗ ഇഫ് യു റൊട്ടേറ്റ്, സി you can see the pivotal effect here, understand. And if you want to do the place the pivot here and then see the rotation നോക്കി അതിന് ചുറ്റും റൊട്ടേഷൻ ആവും. ഇവിടെ വെക്കുവാണെങ്കിലോ, പിവറ്റ് പോയിന്റ് ഇവിടെ വെക്കുവാണെങ്കിൽ റൊട്ടേഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെയാണെങ്കിൽ ഇതിന് ചുറ്റുമായിരിക്കും. സോ അതാണ് റൊട്ടേഷൻ്റെ ഇഫക്റ്റ്. ഞാൻ ഈ റൊട്ടേഷൻ്റെ റൊട്ടേഷൻ ത്രൂ കോപ്പി വരുന്നത് കാണിച്ചു തരാം. കോപ്പി ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് റൊട്ടേഷനുകൾ എടുക്കുക. അത് എടുക്കുമ്പം ഈ ഒരു സയാൻ കളറിലെ ഒരു സെൻറ്റർ പോയിന്റ് കാണാം. അത് അതുപോലെ തന്നെ നേരെ സെൻറ്ററിൽ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ഇത് വേറൊരു ഷേപ്പാണ്, ആ വേറൊരു ഷേപ്പിന് ചുറ്റുമാണ് നമുക്കത് കോപ്പി വരേണ്ടത്. സോ ആ ഷേപ്പിനെ സെൻറ്റർ പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. സോ വി ഹാവ് ദ സെൻറ്റർ പോയിന്റ് പ്ലേസ്ഡ്. ഇനി ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക. റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് മൗസിൽ നിന്ന് ആദ്യം റിലീസ് ചെയ്യുക, ദെൻ ഓൾട്ടിൽ നിന്ന് റിലീസ് ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യണം. ആ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. നൗ വി ആർ ഗോയിങ് ടു പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ഡി. കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഡി മാത്രം പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പോവുക കണ്ടിന്യൂസ് ആയിട്ട്. ദെൻ വിൽ ബി സീയിങ് ദ കോപ്പീസ് കമ്മിങ് ഇൻ ദ റൊട്ടേഷൻ ഫീൽഡ്. കേട്ടോ, സോ ദിസ് ഈസ് റൊട്ടേഷൻ. ആൻഡ് നൗ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുന്നു. സ്വാച്ചസിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്വാച്ചസ് എന്നൊരു കാറ്റഗറി കിടപ്പുണ്ട് കളേഴ്സിൻ്റെ. ഇതാണ്. ഇവിടുന്ന് എനിക്കൊരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്താൽ ഗ്രേഡിയൻ്റ് വന്നു. സോ ഗ്രേഡിയൻ്റ് ചേഞ്ച് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ വിൻഡോയിൽ പോവാം, ഗ്രേഡിയൻറ്റിൽ വരാം. ഇവിടെ ഗ്രേഡിയൻസ് എല്ലാം ഉണ്ടാവും. നമുക്കിത് ഗ്രേഡിയൻ്റ് എല്ലാം ഓഫായി പോവുകയാണെങ്കിൽ നമുക്ക് വിൻഡോയിൽ കാണും എല്ലാത്തിൻ്റെയും. ടൂൾസ് ഇപ്പോൾ പോയാലും, ടൂൾസ് ഓഫായി പോയാലും ശരി, വിൻഡോയിൽ പോകാം, ടൂൾസിൽ വന്ന് തപ്പിയെടുക്കാം. വിൻഡോയിൽ വന്ന് ടൂൾസ് തപ്പിയെടുക്കാൻ പറ്റും. ആക്ഷൻസ്, അപ്ലൈ ടൂൾസ്, കറണ്ട് ടൂൾസ്. ഡിഫോൾട്ട് ടൂൾ വന്നു. സോ ഗ്രേഡിയൻറ്റിലോട്ട് തിരിച്ചു വരാം. ഗ്രേഡിയൻറ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഗ്രേഡിയൻറ്റ് വന്നു. ഗ്രേഡിയൻറ്റിൻ്റെ ഇഫക്റ്റ് കൊടുക്കേണ്ടത്. ഇഫക്റ്റിൽ വന്നിട്ട് വിൻഡോയിൽ വന്നിട്ട് ഗ്രേഡിയൻറ്റ് ഇവിടെ വന്നു. ഞാനിപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഓരോ ഷേപ്സിനെ ഡ്രാഗ് കളഞ്ഞാൽ അതിൽ കളേഴ്സ് എല്ലാം പോകും. സോ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഇതിൻ്റെ ആ യെല്ലോ കളർ ഏരിയയിൽ എനിക്ക് റെഡ് വരുത്തണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെഡ് കിട്ടും. റെഡ് കൊടുത്തു. ആൻഡ് ഇവിടെ എനിക്ക് കൊടുക്കേണ്ടത് ഒരു ഗ്രീൻ ആണെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഗ്രീൻ കൊടുത്തു. ഓക്കെ, നൗ ഇടയ്ക്കൊരു ഷേപ്പ് വരണം. അതിന് ഞാൻ മൗസ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കാണാം ആരോടെ കൂടെ പ്ലസ് മാർക്ക് കൂടെ കാണാം. ഒരു ക്ലിക്ക് ചെയ്യുക, അവിടെ ആഡായി. എന്നിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നൗ വൈറ്റ് കളർ ആഡ് ചെയ്തു. എനിക്ക് വൈറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്, വൈറ്റ് വെച്ചു. സോ നൗ ഡയറക്ഷൻ 45 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 45 ഡിഗ്രി കിട്ടും.
ലീനിയർ മാറ്റി റേഡിയലാക്കിയാൽ ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. അതിനകത്ത് തന്നെ റിവേഴ്സ് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. കളേഴ്സിനെ ഓപ്പോസിറ്റ് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇല്ലസ്ട്രേറ്ററിൻ്റെ ബേസിക് ക്ലാസ്. ഓക്കെ, അത് വർക്കൗട്ട് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക, നിങ്ങൾ ചെയ്യുന്ന വർക്ക്സിൻ്റെ സാമ്പിൾസ് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ലക്ക്.